ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 1/2 കിലോ ബീഫ്, ഒരു സബോള ചെറുതാണെങ്കിൽ 2 എണ്ണം, ഞാൻ വലുത് എടുത്തത്, 5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ മീറ്റ് മസാല. ഇനി കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 1 ടീസ്പൂൺ തേങ്ങാക്കൊത്തൂടെ ചേർത്തി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സബോള, കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 പച്ചമുളക് ചതച്ച് വെച്ചത് അതുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയൂടെ ചേർത്തി കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. 4 മിനിറ്റിന് ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ അതിലുള്ള തക്കാളി, സബോള എല്ലാം നല്ല പോലെ ഉടഞ്ഞു വന്നു. ഇനി അതിലോട്ട് കുറച്ച് പുതിനയില, മല്ലിയില ഇട്ടിട്ട് ഒന്ന് കൊടുക്കാം. അതൊന്ന് ഇളക്കാം. അതിനുശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയുടെ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടി എൻ്റെ അടുത്തുള്ളത്, നിങ്ങളുടെ അടുത്ത് എങ്ങനെ എരിവിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം പോണ വരക്കും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണം എല്ലാം പോയി. ഇനി അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മസാലയുമായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അത് കാരണം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 236 ml ഒരു കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഗ്രേവി വേണ്ടാത്തവർ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, വേണവർക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഒരു 6 വിസിൽ വരണ വരക്കും വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരെ കുക്കറിൽ ഓരോ മാതിരിയാണ് വിസിൽ വരാം, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ. 6 വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കി. ഇപ്പോൾ ബീഫെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നു. ഇനി ഈ ടൈമിൽ ഉപ്പുണ്ടോ എന്നൊന്നും നോക്കണം, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്തി കൊടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയിലയൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ കറി റെഡിയായി ഇവിടെ. ഇനി താളിപ്പിനുള്ളത് റെഡിയാക്കുക. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തൂടെ ചേർത്തി കൊടുക്കാം. ഒരു വറ്റൽമുളകും ഇട്ടിട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് 4 ഇല്ലി ചെറിയ ഉള്ളിയുടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരണ വരക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അത് താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിയ കാരണം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.